ഒരു സ്റ്റാർട്ടപ്പ് ശരിക്കും 0 to 1 സ്റ്റേജിൽ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു പക്ഷെ എന്റെ ഇന്റർവെല്ലിലുള്ള എംപ്ലോയീസിന് പലർക്കും ഭയങ്കര റിലേറ്റബിൾ ആയിരിക്കും. അവരെപ്പോഴും പറയാറുണ്ട് ഫിൻലാൻഡിൽ പോകുന്നതിന് മുന്നുള്ള റമി, എന്നെ റമി എന്ന് വിളിക്കാം, ഫിൻലാൻഡിൽ പോകുന്നതിന് മുന്നേയുള്ള റമി, ശേഷമുള്ള റമി. കാരണം ഞാൻ ഈ ലോ കോളേജ് പഠിക്കുന്ന സമയത്താണ് ഇന്റർവെൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ലോ കോളേജിന്റെ ഒരു അഗ്രഷൻ, ഒരു അതേപോലെ എനിക്ക് ഫാദറിന്റെ അടുത്ത് കിട്ടിയിട്ടുള്ള കുറച്ച് ട്രേറ്റ്സ്, അപ്പൊ അതൊക്കെ എന്നെ കുറച്ചും കൂടെ ഒരു ഓട്ടോക്രസി ഞാൻ പറയുന്നില്ല, പക്ഷെ കുറച്ചും കൂടെ ഒരു ഓട്ടോക്രാറ്റിക് കൈൻഡ് ഓഫ് തിങ്കിങ്ങും ഒരു എക്സിക്യൂഷനും ഒക്കെ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഒരു സ്റ്റാർട്ടപ്പ് ശരിക്കും 0 to 1 സ്റ്റേജിൽ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഓവർ ഫ്ലെക്സിബിലിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല, സ്പീഡ് കിട്ടില്ല, പേസ് കിട്ടില്ല. പക്ഷെ ഒരു സമയം കഴിഞ്ഞിട്ട് പിന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മളായിരിക്കും. തുടക്കത്തിൽ നമ്മൾ ഇതിന് ഉന്തി 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 വലിച്ചായിരിക്കും കൊണ്ടുപോകുന്നുണ്ടാവും. ആ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു എഞ്ചിൻ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും, 4 ടയർ കുടുക്കിയിട്ടുണ്ടാവും, പിന്നെ നമ്മൾ ഗ്രീസ് ചെയ്തിട്ടുണ്ടാവും കുറെ ഏരിയയിൽ. അങ്ങനെ നമ്മൾ അതിന് കുറെ മെക്കാനിസംസ് നമ്മൾ അതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഞാൻ വലിച്ചു കൊണ്ടുപോകുന്ന പോലെ ആയിരിക്കില്ല, ഇത് കുറെ വ്യക്തികളുടെ ഒരു കമ്പൈൻഡ് എഫേർട്ടാണ്. അങ്ങനെ മാറണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ ഓണർഷിപ്പ് വേണം. ഈ ഓണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ, പ്രത്യേകിച്ച് ജെൻസിന് വെച്ചിട്ട് ഓണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ വെച്ചിട്ടല്ല ചെയ്യാൻ പറ്റും. അതിന് കുറച്ചും കൂടെ എംപത്തറ്റിക് ആവണം, കുറച്ചും കൂടെ ഒരു ഡിഫറെന്റ് രീതിയിൽ ചിന്തിക്കണം.